ഇതാണ് ഇന്നത്തെ വിഷയം. ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ ഒരു തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ചു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടു. ആ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം അയാൾക്കൊരു തെറ്റുമില്ലാതെ. ഒരു തിരക്കുള്ള ബസ്സാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി എന്നൊക്കെ വരും. ചെറിയ സംഭവിക്കുന്നതാണ്. തിരക്കുള്ള ബസ്സിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഈ പുലിയാടി ബാൻചൂത്തിൻ്റെ മോളെ സോഷ്യൽ മീഡിയ പറഞ്ഞു ഇയാൾ തട്ടാണ്, പിടിക്കാണ്, മടിക്കാണ്. അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തു. ആർക്ക് പോയി? ആരെ വീട്ടിൽ പോയി. ഒരു കുടുംബത്തിനൊരു അത്തായിരുന്നു പോയത്. മക്കളൊക്കെ എത്തിയുമായിരിക്കുക. സംഭവം അച്ഛനില്ലാതെ. ഈ പുലിയാടി മോൾക്ക് ഇത്ര വലിയ വൈറലാണെങ്കിലും ഇതൊക്കെയാണ് മാർഗം. ഒരാൾ ജീവിതം വെച്ചാണ് കളിക്കുക. അതും മലപ്പുറം പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തച്ചിരുന്നെങ്കിൽ ആ ബസ്സിൽ പ്രശ്നം ഉണ്ടാക്കുക, പോലീസ് കൈമാറുക ചെയ്യായിരുന്നു. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഈ നായിൻ്റെ മോൾ ഈ റീച്ച് കിട്ടാൻ വേണ്ടി ഈ പുലിയാടി മോൾ സോഷ്യൽ മീഡിയ ഇട്ടു. ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബമുള്ള ആൾക്കാർക്ക് അതൊരു മാനക്കേടുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതാണ് ഇന്ന് നടന്ന സംഭവം. ഇതിന് സ്ത്രീകൾ ഇറങ്ങണം. ഈ പുലിയാടി മോള് ഈ വീഡിയോ വൈറലാകാൻ വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവന്മാർക്കൊക്കെ ഉപ്പയും ഉമ്മയും ബന്ധപ്പെടുത്തത് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഇട്ട് സോഷ്യൽ മീഡിയ ഇട്ടാൽ പോലെ നല്ല വൈറലല്ലേ. ഒരാൾ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. പുലിയാടി മോള്. ഇത് സ്ത്രീകൾ ഇറങ്ങണം. ഇങ്ങനത്തെ സ്ത്രീകളുണ്ട്, നശിപ്പിച്ച് കളയണം. ഈ ബാൻചൂത്തിൻ്റെ മോള് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ അത്തായാണ് പോയത്. വീഡിയോ കാണുമ്പോഴത്തേക്ക് അറിയാം ഇവൾ മനഃപൂർവ്വം ടച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഓക്ക് സുഖം അനുഭവിച്ച് മറ്റുള്ള ജീവിതം കളയാനുള്ളൊരു പരിപാടി. ഇങ്ങനത്തെ നായിൻ്റെ മോളെ കൊണ്ടല്ലേ സമൂഹത്തിൽ നിൽക്കാൻ പാടില്ല. നാട്ടിൽ തന്നെ കുച്ചു മൂടണം പുലിയാടി മോൾക്ക്. ഇവളെ ഫാദറിൻ്റെ വീട് അങ്ങനെ ആരെങ്കിലും ഇവൾക്ക് എന്താവും? ഒരു ചെറിയൊരു പെങ്കൊച്ചാണെങ്കിലും ഇങ്ങനെ ചെയ്യല. ഇങ്ങനത്തെ ആൾക്കാരെ എന്താ ആദ്യം ഉണ്ടല്ലേ ഈ തിരക്കേറിയ ബസ് സഞ്ചരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാറത്ത് തട്ടിയെന്നോ ചന്തി തട്ടിയെന്നൊക്കെ വരും. അതിനൊക്കെ എടുത്തിട്ട് അത് അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓൾ എന്ത് ചെയ്യണം? ആ സമയത്ത് തന്നെ പബ്ലിക്കിൻ്റെ അടുത്ത് പറയണം ഇയാൾക്ക് വേണ്ടി ന്യായമായ നടപടി എടുക്കണം. ഇവൾ സോഷ്യൽ മീഡിയയിൽ ഇടുക ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടി. ഓളെ അച്ഛനും അമ്മയില്ലേ അവരെ വീട് നിങ്ങൾ എടുത്ത് ഇട്ടുമ്പോൾ ഒരാൾ അത്തായം മുടക്കലാണോ? ഇദ്ദേഹം പാവം മാനക്കേട് കൊണ്ട് ആത്മഹത്യ ചെയ്തു. അങ്ങനെ പിടിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ മാനക്കേട് ഇത് ആയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യമില്ലായിരുന്നു. ഇയാൾ നിരപരാധിയായത് കൊണ്ട് മാത്രമാണ് ഇയാൾ ആത്മഹത്യ. ഇനി സമൂഹത്തിന് മുമ്പിൽ ജീവിക്കേണ്ടതാണ്. അങ്ങനത്തെ ഒക്കെ കാലത്തിലാണ് നമ്മൾ നടക്കുന്നത്. കേരളത്തിൻ്റെ മാനം കളയാനായിട്ട് ബാൻചൂത്തിൻ്റെ മോൾ അവളുടെ അമ്മയുടെ മറ്റേ ബാൻചൂത്ത് ഈ പുലിയാടി മോൾക്ക് എന്തിൻ്റെ കയപ്പ അവൾക്ക് അത്ര വലിയ വൈറലാണെങ്കിൽ അവളെ മാറത്തിങ്ങനെ തുറന്നെനിച്ച് കാണിച്ചാൽ പോരായിരുന്ന കൺട്രി. അതുമാത്രമല്ല ഇവള് വേണമെന്ന് ഈ വീട് നോക്കിക്കോളൂ, കറക്റ്റ് നോക്കിക്കോളൂ. കണ്ടല്ലോ, ഇവള് വേണമെന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊടുക്കുക ഓളെ മാറടത്തിന് ഒന്ന് സുഖം അനുഭവിക്കാൻ പുലിയാടി മോള്. എന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ ഒരു താങ്ങും തണലും മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. സമാധാനമായില്ലേ? ഇതിന് സ്ത്രീകളൊന്നും ഇറങ്ങണം. സ്ത്രീകൾ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇതേപോലെ ഒരു ആണായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരിക്കലും സ്ത്രീകളെ അവമാനിച്ച് പറയുന്നതല്ല. നല്ല നല്ല സ്ത്രീകളെ 90% നമ്മളെ സമൂഹത്തിൽ കേരളത്തിൽ നല്ല നല്ല സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു 10% പുലിയാടി മക്കളില്ലേ, ഇങ്ങനത്തെ പുലിയാടി മക്കളെ വേണ്ടി ബാക്കിയുള്ളവർ മൊത്തം ഇത് പോകുന്നുള്ളൂ. എന്നിൻ്റെ കയപ്പാണ് എനിക്ക് പുലിയാടി മോളെ, എന്നിൻ്റെ കയപ്പാ നായിൻ്റെ മോളെ.